ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വേൾഡ്. നമ്മൾ ഇന്ന് ഹനീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ രുചികരമായ ഈ ഹനീത്ത് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഹനീത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പൊടിച്ച മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മറിയരുത്. ഇനി ഇടാൻ പോകുന്നത് ടീസ്പൂണാണ്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്ക, ഗ്രാമ്പൂ. ഏലക്കയും ഗ്രാമ്പും 8 എണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഗ്രാമ്പു, 8 ഏലക്ക എന്നിവയും കൂടിയാണ് ഇട്ടിട്ടെന്ന് നമുക്ക് ഇത് വറുത്തെടുക്കണം. കരിയാതെ വേണം എടുത്തെടുക്കാൻ. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടായ ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മന്തി ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ഹനീത്ത് ഇഷ്ടപ്പെടും. കാരണം വളരെ ടേസ്റ്റുള്ള ഒന്നാണ് ഹനീത്ത്. മന്തിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ റൈസും നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ പൊടി ചൂടായി വന്നിട്ടുണ്ട്, മസാല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ കൈ വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ക്യൂബ് നന്നായിട്ട് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗറാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ വിനാഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗർ ഇല്ലാത്തവർ ലെമൺ എടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളിതിനെ ഒരു പാനിലേക്ക് മാറ്റും. എല്ലാ ഭാഗത്തും എത്തണം. മസാല പുരട്ടുന്നതിന് മുമ്പ് ശരിക്കും ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് കുത്തി കൊടുക്കണം. എന്നാലേ എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. പാനിലേക്ക് നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം വെള്ളമില്ല. എന്നാലും നമുക്കിത് ഈ വെള്ളത്തിലാണ് റൈസ് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം 2 കപ്പെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ അടപ്പും കൂടി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ സ്റ്റോക്ക് വേണം നമുക്ക്. വെള്ളവും ചിക്കനും തമ്മിൽ വേർതിരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ചിക്കൻ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ ചിക്കനും എടുത്തു. ഇപ്പോൾ ചിക്കൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ മാറ്റി വെക്കും. ഇതിലേക്കാണ് ഇനി റൈസ് ഇട്ട് ചോറ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതായത് പകുതിയാണ്, 1 കപ്പിൽ നിന്ന് പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. പകുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് വരും. ഇതിലേക്ക് ഞാൻ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. 4 സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് തന്നെ ഏകദേശം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള ഒന്ന് വഴറ്റി കിട്ടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പാനിലേക്ക് നമ്മൾ കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഈ പാനിൽ നിരത്തിയ ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വേവിച്ച സാധനം ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് കളർ കിട്ടണം. അങ്ങനെ പുറമൊന്ന് മരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ ഇരുവശവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റണം. കാരണം ബാക്കി വന്ന ചിക്കൻ കൂടി വേവിച്ചെടുക്കാനുണ്ട്.
ഇനി നമുക്ക് ബാക്കി വന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, അങ്ങനെ അതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സവാള ഒന്ന് വെന്തൊന്ന് നമുക്ക് നോക്കാം. ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം നല്ല കളറായിട്ട് കിട്ടണം. അടുത്തത് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കം. ഞാനിവിടെ 2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതാണ്, ചോപ്പ് ചെയ്തതാണ്. മീഡിയം ടൈപ്പിലുള്ള 2 ക്യാപ്സിക്കമാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ തക്കാളി 2 എണ്ണം, അതും ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത് തക്കാളി. ഇത് രണ്ടും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പൂ, ഏലക്ക. ഞാനിവിടെ 4 ഗ്രാമ്പൂ 4 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. അതോടൊപ്പം തന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടാൽ മതിയാണ്. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് പാകത്തിനിട്ടാൽ മതിയാകും. ഇതിപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി വെന്ത ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ അളന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ എടുത്തിട്ടുള്ള സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ അതിന് 1 ഗ്ലാസ്സിന് 1.5 വെള്ളം മതി. ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ടൊമാറ്റോവും ക്യാപ്സിക്കവും ഒക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി അളന്നിട്ട് ബാക്കി കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഡ്രൈ ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസാണ്. അത് കഴുകി 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കളഞ്ഞെടുത്ത അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു, നല്ല റിസൾട്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് പറയുകയാണ്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് അരിയൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വറുത്ത് വെച്ച ചിക്കൻ മുകളിലേക്ക് നിരത്തി വയ്ക്കുക. അങ്ങനെ വെച്ച് 1 മണിക്കൂർ ദം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹനീത്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.